जनगणमन अधिनायक जय पंजाब ഒരു ഭാഗത്ത് ബൈക്കിൽ ദേശീയ ഗാനം, മറുഭാഗത്ത് ബൈക്കില്ലാതെ ദേശീയ ഗീതം. ഒരു ഭാഗത്ത് ജയ ഹേ, ഒരു ഭാഗത്ത് സുജലാം സുഫലാം. എന്താണ് അല്ലേ? ഓക്കെ, ദേശീയഗാനം പാടി ഒരു കൂട്ടരങ്ങ് പോയി. അപ്പോഴും മറ്റു കൂട്ടർ ദേശീയ ഗീതം പാടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് കോഴിക്കോട് നിന്നും നമ്മൾ കണ്ട കാഴ്ച. ജനഗണമനയും വന്ദേ മാതരവും രാഷ്ട്രീയം കളിക്കാനുള്ളതാണോ? കോഴിക്കോട് ഇന്ന് കണ്ട കാഴ്ച ശരിക്കും ചിന്തിപ്പിക്കുന്നതാണ്. ഒരു വശത്ത് ജനഗണമന, മറുവശത്ത് വന്ദേ മാതരം. രണ്ടും രാജ്യത്തിൻ്റെ അഭിമാനമാണ്. രണ്ടിനും ഈ മണ്ണിൻ്റെ ചരിത്രത്തിൽ അതിൻ്റേതായ സ്ഥാനമുണ്ട്. പക്ഷെ ഒന്ന് പാടുമ്പോൾ മറ്റൊന്ന് അതിനെ മറികടക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയായി ഇത് മാറിയെങ്കിൽ അവിടെ നഷ്ടപ്പെടുന്നത് രാഷ്ട്രീയക്കാരുടെ അഭിമാനമല്ല, രാജ്യത്തിൻ്റെ അഭിമാനമാണ്. ദേശസ്നേഹം ആരാണ് കൂടുതൽ കാണിക്കുന്നത് എന്ന മത്സരമല്ല ഇത്. ജനഗണമന പാടുന്നവൻ ദേശവിരോധിയും വന്ദേ മാതരം പാടുന്നവൻ മാത്രം ദേശസ്നേഹിയും എന്ന ധാരണ തെറ്റാണ്. മറിച്ചും അങ്ങനെ തന്നെ. വന്ദേ മാതരത്തെ രാഷ്ട്രീയ ആയുധമാക്കുന്നതും ജനഗണമനയെ രാഷ്ട്രീയ പ്രതിരോധത്തിൻ്റെ ഭാഗമാക്കുന്നതും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ്. സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ആരാണ് ജയിച്ചത് എന്നല്ല, ആർക്കു വേണ്ടിയാണ് നമ്മുടെ പൂർവികർ സ്വാതന്ത്ര്യത്തിനായി പോരാടിയത് എന്നതാണ്. പാർട്ടികൾ മാറും, രാഷ്ട്രീയക്കാർ മാറും, പക്ഷേ ഇന്ത്യ നിലനിൽക്കണം. ജനഗണമനയും മുഴങ്ങട്ടെ, വന്ദേ മാതരവും മുഴങ്ങട്ടെ. പക്ഷേ രണ്ടിനുമിടയിൽ രാഷ്ട്രീയം മുഴങ്ങാതിരിക്കട്ടെ. ജയ് ഹിന്ദ്.